മഴതോരും മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനുവും ബാലചന്ദ്രനും തമ്മിൽ ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. അങ്കിളെ, എന്തിനാ അങ്കിൾ ഈ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി പറയുന്നത്? സ്വന്തം മുഖവും വ്യക്തിത്വവും ഒക്കെ നശിപ്പിച്ചിട്ട് എന്തിനാ ഇങ്ങനൊരു വേഷം കെട്ടുന്നത്? ഈ കോമാളി വേഷം കെട്ടിയിട്ട് ആരെ തോൽപ്പിക്കാനാണ്? എന്ത് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അങ്കിളെ എന്നും പറഞ്ഞിട്ട് മനു പറയുമ്പോൾ തന്നെ അവന്റെ ശബ്ദത്തിൽ ആ വിഷമം നന്നായിട്ട് കാണാം. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, മനു, എനിക്കിതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലടാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സങ്കടപ്പെടും. എന്താ അങ്കിളെ ഇത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ സത്യം? എന്നോടെങ്കിലും അങ്കിൾ ഇതൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? അങ്കിൾ എൻ്റെ റോൾ മോഡൽ ആയിരുന്നു എന്നറിയാമല്ലോ. എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കാണ് മനു. മനു, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കള്ളക്കഥകൾ തന്നെയാണ് മനു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നീ കൂട്ടിച്ചേർക്കണം. സത്യം തുറന്നു പറയാനോ അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടാനോ ഒട്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ മെനഞ്ഞെടുത്ത കള്ളക്കഥകൾ തന്നെയാണിത്. അങ്കിളെ, എന്ത് സത്യം തന്നെയായാലും അത് തുറന്നു പറയുന്നതായിരുന്നു ഇതിലും ഭേദം. അങ്കിൾ, ആ സത്യം ഒന്ന് തുറന്നു പറയൂ, മനു നിർബന്ധിച്ചു. മനു, എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് നീ തന്നെ പറയുമോ എന്ന് എനിക്കുറപ്പില്ല. ഞാൻ എവിടെ നിന്നും കാണാതായ ആ 2 ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അങ്കിൾ ആരോടും പറയാതെ കോയമ്പത്തൂരിലേക്ക് പോയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ആ കാര്യം, അതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, മനു പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ പോയത് കോയമ്പത്തൂരിലേക്കായിരുന്നില്ല മനു. അന്ന് ഞാൻ പോയത് നീലഗിരിയിലേക്കായിരുന്നു. ഗംഗാധര മേനോനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എനിക്ക് അയാളോടും ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു. വൈജയന്തിയെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപേ തന്നെ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ എന്ന്. ആ കുഞ്ഞിനെ പ്രസവിച്ച് അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതിന് ശേഷമാണോ അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് ഈ ഒരു ചോദ്യം ചോദിക്കാനാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയും. ഇത് തന്നെ മനു ആകെ ഞെട്ടിപ്പോയി. എന്തൊക്കെയാ അങ്കിളെ പറയുന്നത്? ഇത് എന്ത് കഥയാണ്? മനു ചോദിച്ചു. ഇതൊന്നും കഥയല്ല മോനെ, ഇത് തന്നെയാണ് സത്യമെന്ന് ബാലചന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. ഈ സത്യം മറച്ചു വെക്കാനാണ് ഞാൻ ഇത്രയും കഥകൾ ഉണ്ടാക്കിയത്. ആഗ്രയിൽ മാലതിയുടെ 2ാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണ് വൈജയന്തിയെ അങ്ങോട്ടേക്ക് പോയത്. അവിടെ ഗംഗാധര മേനോന്റെ സുഹൃത്തായ സ്റ്റാൻലി ജോസഫ് എന്നൊരാളുണ്ടായിരുന്നു. അയാൾ വഴി വൈജയന്തിക്ക് ഒരു ജോലി കിട്ടി. അവർ 2 പേരും തമ്മിൽ പ്രണയത്തിലാവുകയും ഒടുവിൽ ഗംഗാധര മേനോന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. നാണക്കേട് ഭയന്ന് അവളെ തിരുവനന്തപുരത്ത് നിന്നും ശാസ്ത്രമംഗലത്തിലുള്ള രാവുണ്ണി മാമന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു. അവിടെ വെച്ചാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നത്. കൈതക്കൽ രാവുണ്ണി മേനോനും വൈജയന്തിയുടെ അച്ഛനും കൂടി ഉണ്ടാക്കിയ ആ ഒരു വലിയ കുരുക്കിലാണ് ഞാൻ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. വൈജയന്തി പ്രസവിച്ച ആ ഒരു പെൺകുഞ്ഞിനെ ഒരു ഓർഫണേജിലാക്കിയതിനു ശേഷം എന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചു. എല്ലാവരും ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞു. പക്ഷേ നിന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ ഈ സത്യം അറിയാമായിരുന്നു. എന്നിട്ടും ഇത്രയും കാലം അവരുടെ മുന്നിൽ ഒരു പണിക്കാരന്റെ മകനായി പഞ്ചപുച്ഛ മടക്കി നിന്നു. അവർ എന്നെ ഒരിക്കലും വൈജയന്തിയുടെ ഭർത്താവായിട്ടല്ല, ഒരു അടിമയായിട്ടാണ് ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. എച്ചിപ്പണ്ടം തിന്നുന്നവനായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഇനി അലീന ആ വീട്ടിൽ വന്ന കഥ അത് നിനക്കറിയാമല്ലോ. അവളുടെ വളർത്തമ്മയായ ആ സ്ത്രീ ബെജിത്ത മമ്മിക്ക് സുഖമില്ലാതായപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് വൈജയന്തി പ്രസവിച്ച് ഉപേക്ഷിച്ച ആ കുഞ്ഞാണ് അലീന എന്ന് പറയാണ് ബാലചന്ദ്രൻ. ആ വാക്ക് കേട്ടതോടുകൂടെ തന്നെ മനു ആകെ ഞെട്ടിത്തരിച്ചിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ തുടർന്നു. മരിച്ചുപോയി എന്ന് എല്ലാവരും വിശ്വസിച്ചപ്പോൾ ഇപ്പതാ ജീവനോടെ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് മനുഷ്യത്വമാണുള്ളത് മനു? നിന്റെ മുത്തച്ഛനും അച്ഛനും ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ചതിയാണിത്. ഈ സത്യങ്ങൾ അറിഞ്ഞ് ആ നിമിഷം ഉണ്ടായ ഷോക്ക് താങ്ങാൻ പറ്റാതെയാണ് അന്ന് എൻ്റെ ഹൃദയം പോലും നിന്നുപോയത്. പക്ഷേ അപ്പോഴും എന്നെ രക്ഷിച്ചത് ആ പെൺകുട്ടി തന്നെയല്ലേ? എല്ലാവരും കൂടി ചതിച്ചത് എന്നെ മാത്രമല്ലല്ലോ, ആ കുട്ടിയും കൂടിയല്ലേ? മനു ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആകെ തകർന്നിരിക്കുകയാണ്. ബാലചന്ദ്രൻ തുടർന്നു. എനിക്ക് വേണമെങ്കിൽ ഈ സത്യം എല്ലാവരോടും വിളിച്ചു പറയാം. പക്ഷേ വൈജയന്തി ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ലെന്ന് നിനക്കറിയില്ലേ മനു? അതെ അങ്കിളെ, ആന്റി പിന്നെ ഒരിക്കലും ജീവിച്ചിരിക്കില്ലെന്ന് മനു സമ്മതിച്ചു. അതെ, ഞാൻ കാരണം ഒരാൾ മരിക്കുന്നത് എന്തിനാണ് മനു? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കള്ളങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഞാൻ മെനഞ്ഞെടുത്ത കഥകൾ വരുത്തുന്നതിനേക്കാൾ വലിയ നാശമായിരിക്കും ഈ സത്യം പുറത്തു വന്നാൽ പിന്നെ ഉണ്ടാവാൻ പോകുന്നത്. ഇത് ഞാൻ എങ്ങനെ സഹിച്ചു എന്ന് നീ ചോദിച്ചില്ലേ? ആദ്യമൊക്കെ ഇത് സഹിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇതങ്ങ് ശീലമായി. അലീനെ കൂടെയുള്ളത് മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം. അവൾ എന്നെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ എന്നെ ചതിച്ചവരോടുള്ള ഒരു പ്രതികാരം പോലെയാണ് എനിക്കത് തോന്നുന്നത്. അവരെന്നെ തെറ്റുകാരനാക്കട്ടെ, സത്യം എന്താണെന്ന് എനിക്കറിയാമല്ലോ. അവർ എൻ്റെ മുന്നിൽ വിഡ്ഢികളാവുകയാണ്. മനുവും ബാലചന്ദ്രനും സങ്കടം കൊണ്ട് കരയുകയാണ്. പോട്ടട, ഇതൊക്കെ അനുഭവിക്കാനാണ് എൻ്റെ വിധി. തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇനിയും ഞാൻ പല കഥകളും പറയും. എന്തായാലും സത്യം തുറന്നു പറഞ്ഞ് ഒരു തീരുമാനമെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല.
അങ്കിളെ, അലീന കടന്നു പോകുന്ന അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. സ്വന്തം അമ്മ തന്റെ മുന്നിലുണ്ടായിട്ടും തന്റെ മുന്നിൽ വന്നു നിന്നിട്ടും കാണിക്കുന്ന ക്രൂരതകൾ അവൾ എങ്ങനെ സഹിക്കുന്നു എന്നാണ് മനു ചോദിച്ചത്. അവൾ ഒരു പാവമാണ് മനു. വൈജയന്തിക്ക് ഇങ്ങനൊരു മകൾ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ അവളുടെ അച്ഛൻ നല്ല മനസ്സുള്ള ആരെങ്കിലും ആയിരിക്കാം. ഇനിയിപ്പോൾ അച്ഛൻ ശിവശങ്കരമേനോനും മറ്റുള്ളവർക്കും പണികൾ ഞാൻ എണ്ണി കൊടുക്കാനിരിക്കാണ്. അതിന് നീ ഒരിക്കലും തടസ്സം നിൽക്കരുത്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒന്നിനും ഒരു തടസ്സമായിട്ട് വരില്ല എന്ന് പറയാണ് മനു. എനിക്കിപ്പോ എന്റെ അച്ഛനോട് പോലും പുച്ഛം തോന്നുന്നു എന്ന് മനു പറയും. ഇതേ സമയം വൈജയന്തി ഒരുങ്ങിക്കെട്ടി ശിവരാമമേനോന്റെ അടുത്തേക്ക് പോവാണ്. എന്തിനാ ശിവേട്ട വിളിച്ചിട്ട് ഫോണ് പോലും എടുക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നേരിട്ട് സംസാരിക്കാനാണെന്ന് ശിവേട്ടൻ പറഞ്ഞു. ബാലചന്ദ്രൻ എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞു കാണും. അത് കേട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാവുമല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ കമല ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നിനക്ക് അമ്മയെ കാണണ്ടേ എന്ന് ശിവരാമൻ ചോദിച്ചു. അതൊന്നുമല്ലല്ലോ ഇപ്പൊ വലുത്, അമ്മയൊക്കെ പിന്നെ കാണാം. ഇപ്പോൾ കാര്യങ്ങൾ പറയൂന്ന് പറയാണ് വൈജയന്തി. വൈജയ്, കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ബാലചന്ദ്രൻ അതിബുദ്ധിമാനായ ഒരു രാക്ഷസനാണ് എന്നാണ് ശിവരാമൻ പറയുന്നത്. ആ വേലക്കാരി പെണ്ണിനെ മകളാണെന്ന് പറഞ്ഞ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് അയാൾ ഒരു പൊട്ടനായതുകൊണ്ടല്ലേ എന്ന് വൈജയന്തി പറയുമ്പോൾ അതല്ല സത്യം, അവൻ നമ്മളെയൊക്കെ ചതിക്കുകയായിരുന്നു എന്ന് ശിവരാമൻ പറയും. ബാലചന്ദ്രന് കല്യാണത്തിന് മുൻപ് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും അതിൽ ഉണ്ടായ മകളാണ് അലീന എന്നും ശിവരാമൻ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അബുദാബിയിൽ വെച്ചിട്ട് മറിയ ബെർണാണ്ടസ് എന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് ഉണ്ടായതെന്ന് അവൻ എണ്ണി പറഞ്ഞു. ശിവരാമൻ അത് പറയുമ്പോൾ വൈജയന്തി ശരിക്കും അന്തം വിട്ടു നിൽക്കുകയാണ്. ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അതിനെ എതിർക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രൻ തെളിവ് സഹിതം പറഞ്ഞ കാര്യങ്ങളാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. നീ ഒന്ന് മാറി നിന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ തന്നെ അലീനയുടെ അമ്മയെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കുമെന്നും ഒരു തീരുമാനത്തിൽ എത്തുമെന്നും ശിവരാമൻ പറഞ്ഞു. ഈ സമയമാണ് മനു താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇതേ സമയത്ത് തന്നെ മനു താഴേക്ക് ഇറങ്ങി വന്നിട്ട് അലീനയെ കാണുന്നുണ്ട്. മനുവിനെ കണ്ടതോടുകൂടി തന്നെ മനുവേട്ട ചായ എടുക്കട്ടെ എന്ന് കൂളായി ചോദിക്കാണ് അലീന. അന്നേരം അതൊന്നും മൈൻഡ് ചെയ്യാതെ നീ എന്നോട് വീണ്ടും കള്ളം പറയാണല്ലേ എന്ന് ചോദിക്കാണ് മനു. ഞാൻ നിന്നെ അത്രയും കെയർ ചെയ്തില്ലേ, എന്നിട്ടും സ്വന്തം അമ്മയെ കാണാനാണ് നീ ഈ വീട്ടിലേക്ക് വന്നത് എന്ന കാര്യം എന്നോടെന്താ പറയാതിരുന്നത് എന്ന് ചോദിക്കാണ് മനു. മനുവിന്റെ ചോദ്യം കേട്ട് അലീന കരഞ്ഞുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കുന്നു. മനുവേട്ട മാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന പൊട്ടിക്കരയാൻ തുടങ്ങും. അന്നേരം സങ്കടപ്പെട്ടു മനു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാണ്. അങ്കിളിന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അലീന, മനു സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ ആ അടുക്കളയിൽ വെച്ചുകൊണ്ട് തന്നെ മനുവും അലീനയും പരസ്പരം നോക്കി നിൽക്കാണ്. മനുവിന്റെ കണ്ണുകളിൽ അപ്പോഴും ആ ഒരു പഴയ സ്നേഹം പുതുതായി അറിഞ്ഞതിന്റെ സത്യത്തിന്റെ ഞെട്ടലും കലർന്നു നിന്നിരുന്നു. അലീന വിറക്കുന്ന സ്വരത്തിൽ തന്നെ അവനോട് പറഞ്ഞു, മനുവേട്ട എനിക്ക് ഭയമായിരുന്നു. വൈജയന്തി മാഡം എൻ്റെ അമ്മയാണെന്നറിഞ്ഞ നിമിഷം സന്തോഷമല്ല, മറിച്ച് നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ച ഭാരമായിരുന്നു എനിക്ക് തോന്നിയത്. സ്വന്തം ചോരയെ ഇങ്ങനെ വെറുക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ഞാൻ ഓർത്തുപോയി. അലീനയുടെ വാക്കുകൾ മനുവിനെ കൂടുതൽ ചിന്തിപ്പിച്ചു. ബാലചന്ദ്രൻ അങ്കിൾ തന്റെ ജീവിതം മുഴുവൻ ഒരു കള്ളക്കഥയുടെ നിഴൽ ഹോമിപ്പിച്ചത് എന്തിനായിരുന്നുവെന്ന് അവനിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വൈജയന്തിയുടെ ആത്മാഭിമാനവും ഈ കുടുംബത്തിന്റെ തകർച്ചയും ഒഴിവാക്കാൻ അദ്ദേഹം സ്വയം ഒരു പാപിയായി വേഷം കെട്ടുകയായിരുന്നു. ഇതേ സമയം വൈജയന്തിയുടെ ഉള്ളിൽ ശിവൻ കൊളുത്തുവിട്ട സംശയത്തിന്റെ തീ ആളിപ്പടരുന്നുണ്ടായിരുന്നു. അവൾ രാമൻ മേനോന്റെ തറവാട്ടിലേക്ക് പാഞ്ഞെത്തി. ഇതേ സമയം ബാലചന്ദ്രൻ അങ്കിൾ വരാന്തയിൽ ഇരുന്ന് മഴ നോക്കി പുകയുന്ന മനസ്സുമായി പുറത്തേക്ക് നോക്കിയിരിക്കാണ്. വൈജയന്തി അയാളുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് തന്നെ അലറി, ബാലചന്ദ്ര, നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഇനി ഇവിടെ നടക്കില്ല. അബുദാബിയിലെ ആ ബന്ധവും അലീന നിന്റെ മകളാണെന്ന കാര്യം ഒക്കെ ശിവേട്ടൻ എന്നോട് പറഞ്ഞു. നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ ഇത്രയും കാലം? ബാലചന്ദ്രൻ പതിയെ കൂളായി എഴുന്നേറ്റ് നിന്നു. അയാളുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അയാൾ ശാന്തനായി പറഞ്ഞു, വൈജയന്തി, നീ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നീ അങ്ങ് വിശ്വസിച്ചോ. സത്യം ഒരു നാൾ പുറത്തു വരും. സത്യം നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു പക്ഷേ അത് താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. ആ വാക്കുകളിലെ നിഗൂഢത വൈജയന്തിയെ ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും അവളുടെ അഹങ്കാരം അതിനൊക്കെ മറികടന്നു. അവൾ അലീനയെ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള അടുത്ത തന്ത്രം തന്നെ മെനയാൻ തുടങ്ങി. അലീനയെ ആ വീട്ടിൽ നിന്നും ഇല്ലാതാക്കാൻ വൈജയന്തി ഒരു വലിയ അപകടം തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു രാത്രി അലീന മുറിയിൽ തനിച്ചായിരുന്നപ്പോൾ വൈജയന്തി അവിടേക്കെത്തി. മാരകമായ ഒരു സത്യം അവൾ അലീനയോട് പറഞ്ഞു. എടി, നീ ഈ വീട്ടിലെ വെറും ഒരു പാഴ്ജന്മമാണ്. നിന്റെ അച്ഛന്റെ തെറ്റായ ബന്ധത്തിലുണ്ടായ നീ ഈ കുടുംബത്തിന്റെ തന്നെ ശാപമാണ്. എന്നാൽ അലീന അടങ്ങിയിരുന്നില്ല. അവൾ തിരിച്ചും ചോദിച്ചു, ആന്റി, നിങ്ങളാണോ എൻ്റെ അച്ഛനെ ചതിച്ചത്, അതോ അച്ഛനാണോ നിങ്ങളെ ചതിച്ചത്? 22 വർഷം മുൻപേ തന്നെ ശാസ്തമംഗലത്തെ ആ പഴയ വീട്ടിൽ നടന്നത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ അലീനയുടെ വായിൽ നിന്നും ഇത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ മുഖത്ത് ചോര വാർന്നുപോയി. തന്റെ രഹസ്യം അലീനക്ക് അറിയാമെന്ന ഭയം അവളെ വല്ലാതങ്ങ് തളർത്തി കളഞ്ഞു. ആ നിമിഷം മനുവും ബാലചന്ദ്രനും ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്.
ബാലചന്ദ്രൻ ഗൗരവത്തോടെ തന്നെ വൈജയന്തിയെ നോക്കി പറഞ്ഞു. ഇനിയെങ്കിലും ഈ നാടകമൊന്ന് നിർത്ത് വൈജയന്തി. അലീന നിന്റെ മകളാണെന്ന സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയണോ? എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾ തറവാടിന്റെ ചുവരുകളെ പോലും പിരിച്ചുലച്ചു. സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ തകർന്നു പോകുന്നത് വൈജയന്തിയുടെ അഹങ്കാരമായിരിക്കും. മനു അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ തന്റെ അച്ഛനും കുടുംബത്തിനും മുന്നിൽ നിൽക്കുന്നു. ഇനി അലീന ഈ വീട്ടിലെ വേലക്കാരിയല്ല, മറിച്ച് ഈ കുടുംബത്തിന്റെ അവകാശി തന്നെയാണെന്ന് മനു പ്രഖ്യാപിക്കുമ്പോൾ വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും പകയും തോൽവിയും ഒരുപോലെ തന്നെ നിഴലിച്ചിരുന്നു. സത്യവും മിഥ്യയും തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ ബാലചന്ദ്രൻ തന്റെ തന്ത്രങ്ങളിലൂടെ തന്നെ ശത്രുക്കളെ ഓരോന്നോരോന്നായി വീഴ്ത്താൻ തുടങ്ങി. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാട്ടോ സംഭവിക്കാൻ പോകുന്നത്. അലീനയും മനുവും തമ്മിൽ ഒന്നിക്കുമോ, അതോ വൈജയന്തിയുടെ പുതിയ ചതിക്കുഴിൽ അവർ വീഴുമോ എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.